അവസാനത്തെ അടവായിരിക്കും ഈ ആത്മഹത്യാ നാടകം. അപ്പോ ആതിര ചെയ്തതോ? ആതിരയും ഇതുപോലെ ഒരു തവണ ശ്രമിച്ചില്ലേ സന്ദീപിന് വേണ്ടി? അന്നെന്താ തനിക്ക് സംശയം തോന്നാത്തത്? ആ ശ്രമത്തോടെയല്ലേ നമ്മൾ അവരുടെ വിവാഹം നടത്തിക്കൊടുത്തത്? അങ്ങനെ നടത്തിക്കൊടുത്തെങ്കിൽ അത് അവളെ കെട്ടാൻ പോകുന്നവരും കൂടി ഇഷ്ടമുണ്ടായിട്ട്. അവൾ അങ്ങനെ ചെയ്തെന്ന് കരുതി എന്റെ വീട്ടുകാരെല്ലാം സന്ദീപിനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തില്ലല്ലോ. അവളെ ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? ഇവിടെ അതാണോ നടക്കുന്നതും നടക്കാൻ പോകുന്നതും? എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല സച്ചേട്ടാ. അറ്റ്ലീസ്റ്റ് കൺമുന്നിലുള്ളവര് നല്ലതാണോ മോശമാണോ എന്നെങ്കിലും മനസ്സിലാക്കാൻ നോക്കണം. സച്ചേട്ടൻ ദേഷ്യപ്പെട്ടാലും ഇനി എന്നെ തല്ലിയാലും ശരി, ഞാൻ പറയും. അവന്തി എന്ന് പറയുന്ന ഏട്ടത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. മുന്നിൽ ചിരിക്കുന്ന മുഖം മാത്രമേ ഉള്ളൂ. ഉള്ളിലിരിപ്പുണ്ടല്ലോ സ്ത്രീകൾ പോയിട്ട് മനുഷ്യരെ ചെയ്യുമെന്ന് പോലും സംശയം ഉണ്ടാക്കുന്നതാ. നിർത്തടി. നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടായി പോന്നെ? എന്താ നീ സ്ഥാപിക്കാൻ നോക്കുന്നത്? അവന്തികടുത്ത് എന്ത് ചീപ്പ് നാടകം കളിച്ചു എന്നാ? എങ്കിൽ ഞാനും പറയട്ടെ നിന്നെ കുറിച്ച്. സന്ദീപിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നീ പറഞ്ഞിട്ടാണ് അന്ന് ആതിര ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് ഞാൻ പറഞ്ഞ നിനക്ക് വിഷമം തോന്നുമോ? അപ്പോ നിനക്ക് സങ്കടം വരും. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ ഏട്ടത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കരുതെന്ന്. നിനക്ക് എല്ലാവരെയും സംശയം. ആ സംശയത്തിൽ നിന്നുകൊണ്ടാ നീ എല്ലാവരെയും നോക്കിക്കാണുന്നത്. എന്നാ എല്ലാവരും അങ്ങനെയല്ല. സന്ദീപിനെ അനയാക്കി കൊടുക്കണമെങ്കിൽ എന്നെ ഏട്ടത്തിക്ക് അതാവായിരുന്നു. സന്ദീപ് സ്നേഹിക്കുന്നത് നിന്റെ അനിയത്തി ആയതുകൊണ്ട് മാത്രമാണ് ഏട്ടത്തെ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തതും അച്ഛനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ച് വഷളാക്കാത്തതും. ശരി, നീ പറഞ്ഞതുപോലെ ഈ സംഭവം ഏട്ടത്തിയുടെ പ്ലാൻ ആണെങ്കിൽ അതെന്തിന്? അവന്തികടുത്ത് നേരെ ചെന്ന് അച്ഛനോട് പറഞ്ഞാ എന്താ സംഭവിക്കുന്നത് നിനക്കറിയോ? അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കലഹമായി മാറും. നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല അത്. അത്ര എളുപ്പവഴി മുന്നിലുള്ളപ്പോ അനഘയുടെ രക്തം കാണേണ്ടതില്ല ഇതവർക്ക് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നീ എന്താ പറഞ്ഞത്? കൈയിന് ബലമായി പിടിച്ചു വെച്ച് അർത്ഥതാണോന്ന് നിനക്ക് സംശയമുണ്ടെന്നോ? എന്തിന്? സന്ദീപിനെ കൊണ്ട് സമ്മതിപ്പിക്കാനോ? ഏട്ടത്തെ പറയേണ്ട പോലെ പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ അന്നേ അനുസരിക്കുമായിരുന്നു. അതുകൊണ്ട് ഏട്ടത്തെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള നിന്റെ ഈ സംസാരം ഇവിടെ നിർത്തിക്കോണം. നീ ഏട്ടത്തെ പറ്റിയെന്നല്ല ആരെപ്പറ്റിയും. ഞാൻ ഇതുവരെ നിന്റെ വീട്ടിലെ ആരെങ്കിലും കുറ്റം പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? ഈ വീട്ടിലെ മറ്റാരെങ്കിലും പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? അപ്പൊ ആ മര്യാദ എന്റെ ഭാര്യയും കാണിക്കണം. നിനക്ക് എന്നോട് എന്തും പറയാം. എന്റെ വീട്ടുകാരെ പറ്റി മോശമല്ലാത്തത് എന്തും. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച ഇങ്ങനെയായിരിക്കില്ല എന്റെ പ്രതികരണം. പറഞ്ഞില്ലെന്ന് വേണ്ട.